നമുക്ക് പണിമുടക്ക് വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ജനം ടിവിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. എങ്കിലും നമുക്ക് അതിനു മുമ്പ് ചില വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. MLA രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. അറസ്റ്റ് ഉണ്ടായാൽ ജാമ്യത്തിൽ വിടാനും ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരം നൽകാൻ രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ആദ്യ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലുമാണ്? സുരേഷ്, ആദ്യത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കർശന ഉപാധികളോടുകൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാക്കപ്പെടുന്നത്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നേരത്തെ കീഴ്ക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ആദ്യത്തെ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി എല്ലാ കേസിലും ജാമ്യം ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. ഈ കേസിൽ പ്രധാനമായിട്ടും മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി ചില കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ മാസം 16-ാം തീയതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങണം. തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഈ ചോദ്യം ചെയ്യുന്ന വേള ആ സമയം കസ്റ്റഡി കാലാവധിയായിട്ട് കണക്കാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കീഴടങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോണും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം. യാതൊരു കാരണവശാലും സാക്ഷികളെയോ പരാതിക്കാരെയോ ബുദ്ധിമുട്ടിക്കുകയോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അതുമാത്രമല്ല, അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം, അതായത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ അറസ്റ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് രേഖപ്പെടുത്താം. അതിനുശേഷം ജാമ്യത്തിൽ വിട്ടയക്കണം. 2 ആൾ ജാമ്യ വ്യവസ്ഥ, അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ ബോണ്ട് ഉൾപ്പെടെ കെട്ടിവെച്ച് വേണം ജാമ്യത്തിൽ വിടാനായിട്ട്. പാസ്പോർട്ട് പിടിച്ചെടുക്കണം. അതായത് പാസ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സമർപ്പിക്കണം. ഈ 3 ദിവസവും കൃത്യമായിട്ട് ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടം സഹകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തെ വിധേയനാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിച്ചെടുത്തത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധമാണെന്നും വിവാഹിതയായിട്ടുള്ള പെൺകുട്ടിയാണെന്നുമുള്ള ഒരു വാദം തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസിന്റെ സങ്കീർണതയും അതിന്റെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളും ഹൈക്കോടതി പരിഗണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന ഉപാധികൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചതും. ഈ മൊബൈൽ ഫോൺ, അതായത് ഏറ്റവും കൂടുതൽ തെളിവുകൾ അടങ്ങിയ ഒന്നാണ് ഈ രാഹുലിന്റെ മൊബൈൽ ഫോൺ. അത് ഹാജരാക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് രാഹുലിനെ വിധേയമാക്കണം. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് സഹകരിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാഹുലിനെ സംബന്ധിച്ച് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇനിയുള്ള അന്വേഷണത്തിൽ സഹകരിക്കാത്ത പക്ഷം ഈ ജാമ്യം റദ്ദാക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി അടക്കം സമീപിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണ്. മാത്രമല്ല, വലിയ രീതിയിലുള്ള സ്വാധീനം അയാൾക്കുണ്ട്. അതിനാൽ തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഹൈക്കോടതി നേരത്തെ വാദത്തിനിടയിൽ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അത് രാഹുലിന് എതിരായിട്ടുള്ളത് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളും ജസ്റ്റിസ് കൗസലടപ്പകത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതായത്, ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പ്രഥമ വിവര മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതും ഭീഷണിപ്പെടുത്തിയതും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയതിന് കൃത്യമായിട്ട് മൊബൈൽ ഫോണിൽ തെളിവുകളുണ്ട്. വീഡിയോ കോളിലൂടെ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അത് കൃത്യമായിട്ട് പെൺകുട്ടി മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി വിശ്വാസയോഗ്യമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. മാത്രവുമല്ല, മറ്റൊരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം ഹൈക്കോടതി നടത്തിയത് ഒരു വിവാഹിതയായിട്ടുള്ള പെൺകുട്ടിയുമായി ഉഭയസമ്മത പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിനെ തെറ്റായിട്ട് കണക്കാക്കാനാകില്ല. മാത്രവുമല്ല, ഈ ഒരു അവിവാഹിതനായിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ധാർമ്മികപരമായിട്ടും നിയമപരമായിട്ടും അത്തരം ഒരു തെറ്റ് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്.